ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ലവ്, ആങ്കർ, ഫിയർ എന്നിങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിച്ച് നോക്കൂ. അതും നോർമലി വരുന്നതിനേക്കാൾ 100 ടൈംസ് സ്ട്രോങ്ങറായിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ ഒരവസ്ഥ. ഇതൊരു ഡ്രാമയൊന്നുമല്ല, ബ്രെയിനിന് റെഗുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ഇമോഷണൽ കെയോസാണ്. ഈ മൊമെൻറ്റിൽ അവർ നിങ്ങളെ സ്നേഹിക്കാം, നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങളവരെ വിട്ടുപോകുമോ എന്നുള്ള പേടി അവർക്കുണ്ടാകും. പിന്നീട് ഇത് റേജിലേക്ക്, പാനിക്കിലേക്ക് അല്ലെങ്കിൽ ടോട്ടൽ വിഡ്രോവലിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. റിസർച്ച് പറയുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള അമിഗ്ഡാലയാണ് ഉണ്ടാവുക എന്നാണ്. അതുപോലെ തന്നെ അതിനെ കാം ഡൗൺ ചെയ്യാനുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന റീജിയനും ഇവരിൽ വീക്കറായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അവരിൽ സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നത്. സൈമൾട്ടേനിയസ്ലി ഒരാളെപ്പറ്റി ഗുഡ് ആൻഡ് ബാഡ് ഫീലിങ്സ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇമോഷണൽ പെയിൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രീംസിൻ്റെ ഇടയിൽ അവരിങ്ങനെ ഫ്ലിപ്പ് ചെയ്യും. BPD മാനിപ്പുലേഷനാണ് എന്നല്ല, ലവ്, സേഫ്റ്റി, സ്റ്റെബിലിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ക്രേവ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഇഞ്ചുറിയാണ്. ഇനിയും നിങ്ങൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക, എല്ലാവരും അൺസ്റ്റേബിളാണ് എന്നല്ല, ചിലരൊക്കെ അൺഹീൽഡാണ്.